ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരുണിനെ കാണാൻ അരുണാണെന്നറിയാതെ വന്നിരിക്കുന്നു നമ്മുടെ സച്ചി. അപ്പം സച്ചിയും ദേവും അതുപോലെ രേവതിയും കൂടെ സംസാരിക്കുക. അപ്പോൾ ഇവർ പരസ്പരം കണ്ട ആ ശത്രുക്കളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇനി പറഞ്ഞിട്ടതാ കാര്യം അതൊക്കെ വിട്, നീ ആളെ വിളിക്കാൻ പറഞ്ഞു സച്ചി. അരുണേട്ടാ എന്നും പറഞ്ഞ് ദേവ് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഇവർ ആകാംക്ഷയോടെ നോക്കി നിന്നപ്പോഴേക്കും ഇവരുടെ മുന്നിലേക്ക് അരുൺ വരുന്നു. അരുൺ സച്ചിയെ കണ്ടു, സച്ചി അരുണിനെ കണ്ടു, ഞെട്ടി നിൽക്കുക. അപ്പോൾ ഇതാ സച്ചേട്ടൻ ഞാൻ കണ്ടെത്തിയ ആളെന്ന് പറഞ്ഞ് ദേവ് കാട്ടിക്കൊടുക്കുക. ഈശ്വര, അരുൺ തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേവുവിൻ്റെ ആ ഒരു നിൽപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്കും ആകെ വല്ലാത്തൊരിത്. പോലീസ് കോൺസ്റ്റബിൾ ആണെന്നും പേര് അരുൺ എന്നാണെന്നുള്ള കാര്യമൊക്കെ പറയൂ കേട്ടോ. ദേവു പരിചയപ്പെടുത്തി കൊടുക്കും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും. സച്ചി കലി കയറി ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ അരുണും കലി കയറി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ വന്നേ അരുണേട്ടാന്നും പറഞ്ഞ് ദേവു പിടിച്ച് വലിച്ച് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. അരുണേട്ട, ഇതാണ് രേവതി ചേച്ചിയും സച്ചിയേട്ടനും ഒന്നും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേ അരുണേട്ടൻ നിങ്ങളുടെ ഫാനായി ഇപ്പോൾ എന്ന കാര്യങ്ങളും ദേവു പറയാം. സച്ചി ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അരുണിനും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അരുണേട്ടൻ എന്നോട് ചോദിക്കുക എന്നെ അവർക്ക് ഇഷ്ടമാവുമോന്ന്. ഞാൻ പറഞ്ഞു ഇഷ്ടമാവുമെന്ന്. അരുണേട്ടനെ കണ്ട ആർക്കാ ഇഷ്ടമാവാത്തതെന്നൊക്കെ ദേവ് ചോദിക്കുക. അല്ല സച്ചേട്ടാന്നൊക്കെ ചോദിച്ച് പാവം ദേവ് നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സച്ചി എന്നിട്ട് രേവതി ഇങ്ങനെ നോക്കുക. ഒരിക്കൽ സച്ചേട്ടനോട് സംസാരിച്ചാലേ പിന്നെ ജീവിതത്തിൽ ഏട്ടനെ മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ദേവ് അവിടെ നിന്ന് അരുണിനോട് പറയാം. അപ്പോൾ അല്ല ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തേന്ന് ദേവ് ചോദിച്ചു. അല്ല അതിന് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് തരണ്ടേ അല്ലേ എന്നൊക്കെ ചോദിക്കാം. ദേവു ഇതൊന്നും അറിയാതെ മണിമണി പോലെ സംസാരിക്കുന്നു. ചേച്ചി, നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിരിക്കാം. ഇവിടെ അരുണേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടെന്ന് ദേവു പറയുകയാണേ. സച്ചിയെ പറ്റിയേ പറയുന്നത്, പാവം ദേവിനത് അറിയില്ല. അപ്പോൾ ഒരു റൗഡിയാണെന്നും. അപ്പോൾ ദേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക. കുറച്ചു മുൻപ് അദ്ദേഹത്തെ കണ്ടതോടെ അരുണേട്ടൻ്റെ മൂഡ് അങ്ങ് പോയിന്ന കാര്യങ്ങളും ദേവു പറയണം. റൗഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും ചാൻസ് ഉണ്ടെന്നും പറയാം. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയിരിക്കാമെന്നൊക്കെ ദേവു ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതിക്കാകെ ധർമ്മസങ്കടം. തുറച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചിയെ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ദേവു ഇങ്ങനെ ഇവർ രണ്ടുപേരെയും നോക്കുക കേട്ടോ. സച്ചി അന്നേരം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സച്ചേട്ടാ എന്നും പറഞ്ഞ് ദേവു വിളിച്ചു. അല്ല ചേച്ചി, സച്ചേട്ടൻ എന്താ പോയതെന്ന് ചോദിച്ചപ്പം രേവതി ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ അരുണിനെ. അപ്പോൾ അരുണിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇദ്ദേഹം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു റൗഡി ഇവിടെ ഉണ്ടെന്ന്? അത് ആരാന്നറിയോ? അദ്ദേഹം പറഞ്ഞ ആ റൗഡി മറ്റാരും അല്ല, സച്ചേട്ടനാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞോണ്ട് ദേവു ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുവാണ്. ഞെട്ടിപ്പോയി നമ്മുടെ ദേവു വന്നിട്ട് ഇങ്ങനെ അരുണിനെ നോക്കുക. നീ ഇത് പിടിച്ചെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് അങ്ങ് പോയി. രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അരുണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവു വിളിക്കുന്നു. അരുണ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. പുറത്തേക്ക് വന്ന് സച്ചി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ എന്താ രേവതി ഇതെന്നും ചോദിച്ചുകൊണ്ട് സച്ചി, ദേവു പ്രണയിച്ചത് നല്ലൊരുത്തനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, ഈ ചെകുത്താൻ എവിടുന്ന് കിട്ടി അവൾക്കൊന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ നാട്ടിൽ വേറെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാണ് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചേട്ടാ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന കാര്യം രേവതി പറയാം. അപ്പോൾ സർക്കാർ ജോലി ഉണ്ടല്ലോ, സൗന്ദര്യവും ഉണ്ട്, അതിൽ വീണു പോയതായിരിക്കും അവള്. അവൻ്റെ സർക്കാർ ജോലിയൊന്നും അധികകാലം ഉണ്ടാവില്ല, അവൻ്റെ സ്വഭാവം വെച്ചത് പോകും. മുഖത്ത് മാത്രമേ അവന് സൗന്ദര്യമുള്ളൂ, മനസ്സിലേ അതൊന്നും ഇല്ലാന്ന കാര്യം സച്ചി പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ അവളെ പറഞ്ഞയച്ചാൽ അവളുടെ ജീവിതം എന്താകും രേവതി? നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും? എനിക്കത് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുവാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്താൽ അവളുടെ ജീവിതം കണ്ണീരിലാകുമെന്ന കാര്യവും പറഞ്ഞ് സച്ചി ഇതെല്ലാം രേവതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ വില ജീവിതകാലം മുഴുവനും അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യവും പറയാം. പിന്നെ അതുകൊണ്ട് ഒരിക്കലും ഈ കല്യാണം നടക്കരുതെന്നും സച്ചി രേവതിയോട് പറഞ്ഞു. അവൻ്റെ അടുത്ത് നിന്ന് ദേവുവിനെ ബലമായി കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, ഞാൻ അങ്ങനെ ചെയ്താലേ അവനത് തടയാൻ നോക്കുമെന്ന കാര്യവും പിന്നെ ഞങ്ങൾ തമ്മിൽ അടുത്ത പ്രശ്നം വലുതായിട്ടുണ്ടാകുമെന്നും പറഞ്ഞു. ആളുകളതെല്ലാം അറിയും, ദേവുവിനത് വിഷമം ഉണ്ടാക്കുമെന്ന കാര്യങ്ങളും സച്ചി രേവതിയോട് പറയാം. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു സച്ചി. അവനെ എൻ്റെ കൺമുന്നിൽ കണ്ട് എൻ്റെ കൺട്രോള് പോകും, ഇത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു സച്ചി അവിടുന്ന് പെട്ടെന്ന് പോവുക. അപ്പോൾ ഈ സമയത്ത് ഈ നമ്മുടെ അരുൺ ദേവുവിനോട് ഈ റൗഡിയാണോ നല്ലവനാണെന്ന് നീ പറഞ്ഞൊന്ന് ചോദിക്കുക. ഇവനെപ്പോലെ ഒരു മോശം ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അരുൺ. അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ദേവു. രേവതി അവിടെ നിന്ന് പോന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സമയം എന്നെ അവർക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, രാവിലെ മുതൽ ഞാൻ പേടിച്ചത് തന്നെയാണ് സംഭവിച്ചതെന്നൊക്കെ അരുൺ പറയാം. അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ
നിനക്കെന്നെ ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം നടന്നിരിക്കുമെന്നും അരുൺ. അപ്പോഴത്തേക്കും ദേവു വാ നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കും. അപ്പോൾ ദേവു ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് ദേവുവിന് ഒരു രൂപവും കിട്ടുന്നില്ല. അപ്പോൾ അരുണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രേവതിയെ നോക്കോട്ടെ, രേവതി അരുണിനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു സ്റ്റക്കായി. വരാനല്ലേ നിന്നോട് പറഞ്ഞു, വാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് രേവതി. അപ്പോൾ ദേവു തിരിഞ്ഞു നോക്കി പോവുകയാണ്. അരുൺ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത് നടക്കില്ല എന്ന് അരുണിന് മനസ്സിലായി. ഈ സമയം കൊണ്ട് സച്ചി ഓടി വന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ശരത്ത് അവിടെ നിൽപ്പുണ്ട്. അമ്മ മോനെ എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി വന്നു. എന്താ മോനെ, എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേന്ന് ചോദിച്ചു. അമ്മ ഇതൊന്നും എനിക്ക് ചെയ്ത കാര്യമായിട്ട് തോന്നില്ല, ഇതിപ്പോൾ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഇത് കൈവിട്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നും സച്ചി പറയാട്ടോ. അപ്പോൾ എന്താ നീയും രേവതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ദേവുവിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നുവെന്നും നല്ല ബുദ്ധിയുള്ളവളാണെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ പറയാം സച്ചി അമ്മയോട്. പക്ഷെ അവൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവൾക്ക് തീരെ ബുദ്ധിയില്ലെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ്, ബുദ്ധി ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ കാണിക്കും അമ്മയെന്നൊക്കെ സച്ചി ചോദിക്കട്ടോ. സച്ചേട്ട എന്താ അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നാ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ സച്ചി പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പം അവൾ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലല്ലോ മോനെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അപ്പോൾ എനിക്ക് നേരത്തെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ സംശയമായിരിക്കും എന്ന് കരുതി ഞാൻ സമാധാനിക്കായിരുന്നു എന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞപ്പം അമ്മയെ പ്രണയിക്കുന്നതൊന്നും തെറ്റല്ല, പക്ഷെ ആരെ പ്രണയിക്കുന്നു എന്നുള്ളത് വിഷയം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് വേണ്ടിയുള്ള ചെറുക്കനെ തിരഞ്ഞെടുക്കുന്നതിൽ അവൾക്ക് തെറ്റുപറ്റി അമ്മേ എന്നും അവനെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്നും സച്ചി ഇവരോട് പറയാം. അവൻ നല്ലവനല്ല അമ്മേ, അവൻ്റെ സ്വഭാവം തീരെ ശരിയായിട്ടുള്ളതല്ല എന്നും പറഞ്ഞു. മോശപ്പെട്ട ഒരുത്തനെയാണ് ദൈവ കണ്ടെത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവൾ ആരെയാ പ്രണയിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പോലീസുകാരനാണെന്നും പേര് അരുണെന്നാണെന്ന കാര്യവും പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അപമാനമായിട്ടുള്ള ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പേടിയായി. ഒരുത്തൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാറില്ലേ, അവനാണ് ഇവൻ. അപ്പോൾ ആര് അന്ന് സച്ചേട്ടൻ്റെ കാറ് പിടിച്ചെടുത്തോണ്ട് പോയ അയാളാണോ എന്ന് ചോദിച്ചു ശരത്ത്. ഈയിടെ സച്ചേട്ടനെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു, കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കിയ ആ പോലീസുകാരനാണോ ചോദിച്ചപ്പോൾ ആ അവൻ തന്നെയാണെന്ന് പറഞ്ഞു. ഒരിത്തിരി പോലും മനുഷ്യത്വം ഇല്ലാത്തവനാണ് അവൻ, എന്താ ഇപ്പം ഞാൻ പറയാമെന്നും പറഞ്ഞ് വിഷമാണ് അവൻ, കൊടും വിഷമാണെന്നൊക്കെയാണ് സച്ചി ഇവരോട് പറഞ്ഞ്. അവനെപ്പോലെ ഒരുത്തനെ കെട്ടിയാൽ അവളുടെ ജീവിതം തൊലഞ്ഞു പോകും, ജീവിതം ദുരിതമാകും, വലിയ വില അവൾ കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു. അല്ല മോനെ, ദേവു അവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് മോനെങ്ങനെയാണ് അറിഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു അമ്മ. അപ്പോൾ ദേവുവിനെ ഒരാളെ ഇഷ്ടമാണെന്ന് രേവതി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും അമ്മയും ശരത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവനെ കണ്ട് കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടി എന്നെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരാൻ ദേവു രേവതിയോട് പറഞ്ഞു എന്ന കാര്യവും പറയുക. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം സച്ചി ഇങ്ങനെ ഇവരോട് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്കും ശരത്തിനും ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരിക്കലും അവനുമായിട്ട് നമ്മുടെ ദേവുവിനെ ഒന്നിപ്പിക്കരുതെന്നും ദേവുവിൻ്റെ ജീവിതം നശിച്ചു പോകുമെന്നുള്ള കാര്യവും സച്ചി ഇവരോട് പറയുക. അവളെയും കുറ്റം പറയാൻ പറ്റില്ല, നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവൻ്റെ വലയിൽ വീണത്. ഇപ്പോൾ അവർ പ്രണയിക്കുകയാണെന്നും പറഞ്ഞ്, പ്രണയകാലത്ത് അഭിനയമാണല്ലോ കൂടുതൽ നടക്കാറെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അവനിലെ കുറ്റവും കുറവും ഒന്നും കാണില്ല, അവൻ്റെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിലേ കല്യാണമൊക്കെ കഴിയണമെന്നും പറഞ്ഞു. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ദേവുവിൻ്റെ നല്ലതിന് വേണ്ടിയാണ്, അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ എനിക്കത് അറിയാം മോനെ, അവളുടെ നന്മയെക്കുറിച്ച് മാത്രമേ നീ ചിന്തിക്കുന്നുള്ള നീ അമ്മയ്ക്ക് അറിയാം, അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നീ എല്ലാം പറയുന്നതെന്നും അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവളുടെ ഏട്ടനല്ലേ അമ്മേ ഞാൻ, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ളൊരാഗ്രഹം എനിക്കും ഉണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചു. ഇന്നിപ്പം ഞാൻ മിണ്ടാതിരുന്ന നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും ആ കുറ്റബോധം കൊണ്ട് ഞാൻ നടക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവൻ വേണ്ടമ്മേ, അവനെ നമുക്ക് വേണ്ട, അവൾക്കും ഈ കുടുംബത്തിനും ചേർന്ന നല്ല ഒരുത്തനെ ഞാൻ കണ്ടെത്തുമെന്ന കാര്യവും പറഞ്ഞു. അവളുടെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് തന്നെ നടത്തുമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം സച്ചി. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ്, നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പറപ്പുകളാണ്, നിങ്ങൾക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞതാക്കി അവളോട് പറയണമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് സച്ചി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ദേവുവിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അന്നേരം എന്താ അമ്മ ഇതമ്മ ഇങ്ങനെ കരയില്ലേന്ന് പറഞ്ഞ് ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. സച്ചി പറഞ്ഞ നീയും കേട്ടില്ലേന്ന് അമ്മ ശരത്തിനോടും ചോദിക്കാം. ശരത്തും ആകെ സങ്കടത്തിൽ നിൽക്കുന്നു. അപ്പോഴാണ് ദേവുവിനെയും കൂട്ടി രേവതി അങ്ങോട്ടേക്ക് വന്നിരുന്നത്. വന്ന് കയറിയ പാടെ ദേവുവിനെ കുറേ ഇട്ടങ്ങ് തല്ലി അമ്മ.
അമ്മ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. രേവതി പിടിച്ചു മാറ്റി. അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിച്ചു രേവതി. അപ്പോൾ വിടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ദേവു ഭയങ്കര കരച്ചിൽ. അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ അടിക്കണേ? എന്താ അമ്മ ഇങ്ങനെ ഇട്ട് തല്ലാനും മാത്രമേ ഉള്ളൂ, എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു രേവതിയെ. അപ്പം ഇതിനായിരുന്നോടി ജോലിക്കൊന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് എന്ന് ദേവുവിനോട് ചോദിക്കാം. അപ്പോൾ കല്യാണം ഇപ്പം വേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞത് ആ പോലീസുകാരനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടായിരുന്നില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കര ദേഷ്യം. അപ്പോഴത്തേക്കും രേവതി അന്തം വിട്ട് നോക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നീ മറന്നു പോയല്ലേ, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ നിനക്കെന്നും പറഞ്ഞ് അമ്മ ഭയങ്കര ഇത്. അപ്പോൾ തെമ്മാടിയായ ഒരു പോലീസുകാരനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളോടി എന്നും ചോദിച്ചു. അപ്പോൾ ദേ നീ ഇങ്ങനത്തെ ഒരുത്തിയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്പോഴും ദേവ് നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പം നിന്നെ കണ്ണും അടച്ച് വിശ്വസിച്ച് എന്നെ നീ ചതിച്ചില്ലേടി എന്ന് ചോദിച്ചു. എന്നെ വെറും മണ്ടിയാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെയും തല്ലാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് അമ്മയോട് അമ്മ ഇതിപ്പോൾ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു രേവതി. അപ്പോൾ ദേവുവാണെങ്കിൽ കരഞ്ഞ് അവിടെ ഇരിക്കുക. കുറച്ച് മുന്നേ സച്ചേട്ടൻ ഇവിടെ വന്നിരുന്നു, സച്ചേട്ടനാ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ദേവു ഇങ്ങനെ നോക്കുക ഒന്തം വിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു അവിടുന്ന് എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നോക്കുവാണ്. രേവതിയും ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയം ആ പോലീസുകാരൻ ഏത് തരക്കാരനാണ്, അവൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സച്ചി എന്നോട് പറഞ്ഞു തന്നു എന്ന കാര്യവും അമ്മ പറയാം. നീ ഇങ്ങനെ ഒരുത്തൻ്റെ വലയിൽ പോയി വീണു അല്ലേടി എന്നും ചോദിച്ച അമ്മ ഭയങ്കര ഇത്. അപ്പോഴും ദേവ് നിന്ന് ഭയങ്കര കരച്ചിൽ. മക്കൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാവും പകലും എന്നല്ലാതെ പൂക്കോട്ടയായിട്ട് ഞാൻ ഓടി നടക്കുമായിരുന്നു നടന്നതെന്നൊക്കെ പറഞ്ഞ അമ്മ തൻ്റെ വിഷമങ്ങളൊക്കെ പറയാം. എന്നിട്ടിപ്പോൾ അവൾ ചെന്ന് പെട്ടേക്കുന്നത് കണ്ടില്ലേ എന്നും ചോദിച്ച് ഭയങ്കര ഇത്. അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ, ദേവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നണുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ചോദിക്കാം. ചുറ്റിനും വട്ടവിട്ട് പറക്കുന്ന കഴുകന്മാരുടെ ഇടയിൽ പെൺമക്കളുള്ള അമ്മമാരുടെ വേദന നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചമ്മ കരയുന്നു. ഞാൻ നിങ്ങളെ ചെറുകനടിയിൽ ഒളിപ്പിച്ച് വെച്ചാൽ വളർത്തിയതെന്നൊക്കെ പറയും. അച്ഛനില്ലാത്ത വേദനയൊന്നും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെല്ലാം പറയുകയാണ് അമ്മ. ഇതെല്ലാം കഴിഞ്ഞ് നീ എല്ലാം നശിപ്പിച്ചില്ലേടീന്നും ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കര ഇത്. അപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ രേവതിയോട് നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. നീ മുന്നേ അറിഞ്ഞിട്ടും എന്നോട് പറയാതെ മറച്ചു വെച്ചില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കാര്യങ്ങൾ പിന്നെയും വഷളായി, മൊത്തം കയ്യിൽ നിന്ന് പോയി. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ രേവതി. അതിന് വലിയ കുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ എന്ന്. കുറ്റമൊന്നും ഞാൻ പറഞ്ഞില്ല, നല്ല ഒരുത്തൻ്റെ കയ്യിലല്ല അവള്, അതാ ഞാൻ പറഞ്ഞത്. അവനെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിച്ചാൽ ഇവളുടെ ഗതി എന്താകുമെന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ ദേവു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ അരുൺ എന്നാണ് ആ പോലീസുകാരൻ്റെ പേര്. അമ്മയ്ക്ക് അദ്ദേഹത്തെ അറിയാവോ എന്ന് രേവതി ചോദിക്കുമ്പം ഇപ്പം എനിക്കറിയാം, സച്ചി പറഞ്ഞിട്ട് നന്നായിട്ട് എനിക്ക് അറിയാമെന്ന് അമ്മ പറയുന്നു. അവൻ ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നൊക്കെ സച്ചി വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു എന്ന കാര്യവും പറയാം. ദേവ് നിന്ന് ഭയങ്കര കരച്ചില്ല. അവനെപ്പറ്റി നല്ലതുപോലെ അറിഞ്ഞിട്ടാ സച്ചി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അമ്മേ ദേവ് മണ്ടിയൊന്നും അല്ല, നല്ല ബുദ്ധിയും പക്വതയൊക്കെയുള്ള പെണ്ണാണെന്ന കാര്യം രേവതി പറയാം. അവൾ അങ്ങനെ ഒരു ചതിക്കുഴിയിലൊന്നും പോയി ചാടില്ല. അവൾക്ക് വേണ്ടി മോശം ഒരാളെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അന്നേരം അമ്മ ഇങ്ങനെ നോക്കാം. ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല അവര്, പരസ്പരം ആഴത്തിലും മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ദേവുവിനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ഇനി ഇത് എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റാ.